ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദർശ നയനയും മോളെയും കൂട്ടി ഇങ്ങനെ ടൂർ പോയേക്കാണ് കേട്ടോ. കടൽ തീരത്തൊക്കെ ഇങ്ങനെ മോളെയും കൊണ്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിലൂടെ വരുന്ന ഒരാളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ 3 പേരുടെയും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മോളെ കൊണ്ട് ഇങ്ങനെ പാർക്കിൽ പോകുന്നു. പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മോൾക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അവർ അങ്ങനെ ആ ട്രിപ്പ് അങ്ങ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ എടുത്ത ഫോട്ടോസൊക്കെ അനഘയെ നോക്കുന്ന ചേച്ചിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അനഘയെ എന്നിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി, മോളെ ഇത് കണ്ടോ, ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ മോളെയും കൊണ്ട് ടൂർ പോയി, അതിൻ്റെ ഫോട്ടോസാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മോളിനെ വിഷമിക്കണ്ട, ഏതായാലും മോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതമാണ് ചന്തുമോൾക്ക് കിട്ടിയത്. മോളുടെ അച്ഛൻ മോളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. പിന്നെ ആ സാറിൻ്റെ ഭാര്യയും ചന്തുമോൾ ഏറ്റെടുത്തല്ലോ, ഇനി പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ അനഘയ്ക്ക്. സത്യം അനഘയ്ക്കല്ലേ അറിയുള്ളൂ, അതുകൊണ്ടാകാം. ചേച്ചി പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയണമെന്ന് മോൾക്കുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ പറ്റില്ലല്ലോ, മനസ്സുകൊണ്ട് മോൾ സന്തോഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ. നേരത്തേക്ക് റൂമിലേക്ക് അബി വരും. അന്നേരം അബിയോട് പറയുന്നുണ്ട്, എടാ നമുക്കൊന്ന് പുറത്ത് പോകണം, എന്നിട്ട് എനിക്ക് ഇതിൽ ചിലതൊന്നും മാറ്റി മേടിക്കണം എന്ന് പറയുമ്പോൾ അബി പറയാണ്, എനിക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പുതിയ ഫാഷനിലുള്ള സ്വർണ്ണമൊക്കെ നിനക്ക് ഞാൻ കൊണ്ടുതരായിരുന്നു. ഇതിപ്പോൾ അത് പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുക, ഞാൻ അതൊന്നും പറയാനല്ല ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, നീ ഇതൊന്നും കണ്ടു നോക്ക് എന്നിങ്ങനെ പറഞ്ഞ് നയനെ ടൂർ പോയല്ലോ മോളുടെ കൂടെ. അങ്ങനെയുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ കാണിക്കുകയാണ് നവ്യനെ. അന്നേരം നവ്യയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവൾക്കിത് എന്തിൻ്റെ സൂക്കേടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റ് പറയേണ്ടത് നിൻ്റെ അനീതിയാണ്. അവളാണ് ഇതെല്ലാം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നത്. അവൾ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഏതായാലും നമുക്ക് നമ്മുടെ മോനെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം. എവിടുന്നോ വന്ന് കയറി ആ പെൺകൊച്ചിന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങ് ആകെ കുശുമ്പാകുവാണ്, സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മോനെ കൊണ്ട് നമുക്ക് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, അതിന് നമ്മുടെ കൊച്ച് പൊടിക്കുഞ്ഞല്ലേ, യാത്ര ചെയ്യാറൊക്കെ ആയോ എന്ന് ചോദിക്കുമ്പോൾ എന്നാലും നമുക്കൊന്ന് പുറത്ത് പോകാടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം അഭി ആദർശനെയും നയനെയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം നവ്യ പറയുന്നുണ്ട്, നീ ഏതായാലും ആ ഫോട്ടോസ് വീഡിയോസൊക്കെ എൻ്റെ ഫോണിലേക്കൊന്ന് അയക്ക്, ഞാനത് അച്ഛനും അമ്മയ്ക്കും ഒന്ന് അയച്ചു കൊടുക്കട്ടെ, അവരും കാണട്ടെ, അവരും അറിയട്ടെ മോളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന്, എന്നിട്ട് ഉപദേശിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഉപദേശിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവരെ കൂടെ വിഷമിപ്പിക്കണോ, നിൻ്റെ അച്ഛന് ഒന്നാമത് വയ്യാതിരിക്കുന്നതല്ലേ, അവരെങ്കിലും സമാധാനമായിട്ട് കഴിയട്ടെ, ഇവരങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ വെച്ചാൽ ജീവിക്കട്ടെ, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, ഓ ഈ വീടിനകത്ത് ഇപ്പോൾ താമസിക്കണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും ഭാഗം വെച്ച് കിട്ടുമായിരുന്നെങ്കിൽ അതുകൊണ്ട് മാറി താമസിക്കായിരുന്നു, ഈ കോമാളിത്തരം ഒന്നും കാണണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അഭി പറയുവാണ്, അതിന് ലോകത്ത് എവിടെയെങ്കിലും കാണുമോ ഇതുപോലത്തെ ഒരു വീട്, ഇവിടെ എപ്പോഴും ആ തല നരച്ച കാരണവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, രാജ്യഭരണമാണ്, ബാക്കിയുള്ളവരെല്ലാം അതനുസരിച്ചോണം, പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അമ്മാവന്മാർ ഇതൊക്കെ തന്നെയാവും, അമ്മാവന്മാരുടെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ്, ഇനിയിപ്പോൾ ഭാഗം വെച്ചാൽ തന്നെ എന്തെങ്കിലും കിട്ടുമോയെന്ന് ആർക്കറിയാം, എല്ലാ ആദർശിനും എനിക്കും കൂടെ എഴുതി വയ്ക്കാനാണ് സാധ്യത, ഞാൻ ഇവിടുത്തെ അംഗമല്ല എന്ന് നിനക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഏതായാലും വിവാഹത്തിന് മുമ്പ് നീ ഇതൊന്നും എന്നോട് പറയാതിരുന്നത് നന്നായി, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ വിവാഹം നടക്കില്ലായിരുന്നു എന്ന് പറയും. അന്നേരം അഭി ചോദിക്കും, ഓ അങ്ങനെയാണെങ്കിൽ നീ ആദർശിനെ കെട്ടിയേനല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, അന്ന് നീ പറയാതിരുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇപ്പം നശിച്ചു പോയില്ലായിരുന്നു എന്ന് പറയുവാണ്. അന്നേരം അഭി പറയും, ഏതായാലും നിനക്ക് നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയല്ലോ, അത് മതി, ഏതായാലും അവൻ്റെ അത്രയും കുരുട്ടുബുദ്ധിയൊന്നും എനിക്കില്ല, അവൻ അത്രയും കുരുട്ടുബുദ്ധി ഉള്ളതുകൊണ്ടാണ് അവൻ ഈ സ്ഥാനമാനങ്ങളെല്ലാം നേടിയെടുത്തത്, അതുകൊണ്ടല്ലേ മുത്തശ്ശൻ ഇങ്ങനെ സ്വന്തം മക്കൾക്ക് പോലും ഈ സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ അവന് കൊടുത്തത്, അവൻ്റെ അത്രയും കഴിവ് എനിക്കില്ലാതായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴേക്കും, എടാ നീ ഫോട്ടോ ഒന്ന് അയച്ചേക്കണം കേട്ടോ, എനിക്ക് അച്ഛനെ അമ്മയെ അയച്ചു കൊടുക്കാനുള്ളതാണ് എന്ന് നവ്യ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ ഭയങ്കര സങ്കടം കേട്ടോ, നയൻ ആ കുഞ്ഞിനെ ഇത്രയും സ്നേഹിക്കുന്നല്ലോ എന്നോർത്ത്. പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനും കനകയാണ്. അവർ ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ട് കഴിയുമ്പോഴേക്കും അവർക്ക് ആകെ വിഷമാണ് കേട്ടോ. അതുകൊണ്ട് ദേവയാനിയോട് ഒന്ന് വീട് വരെ വരാമോ എന്ന് ചോദിക്കുകയാണ്. ദേവയാനി വരുന്നത് കാണുന്നത് ഭയങ്കര പുച്ഛമായിട്ടോ കനകയ്ക്ക്. വരുന്നുണ്ട് ആദർശിൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കയറി വന്ന് കഴിയുമ്പോഴേക്ക് ദേവയാനി ചോദിക്കും, എന്തിനാ വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം അറിയാവുന്ന കാര്യമൊക്കെയാണ് എങ്കിലും പറയാം എന്ന് പറയും. എന്നിട്ട് ആ ഫോട്ടോസൊക്കെ കാണിക്കും. കാണുമെന്ന് അറിയാം, എന്നാലും ഒന്നുകൂടെ കണ്ടോ എന്ന് പറഞ്ഞാണ് കേട്ടോ കാണിക്കുന്നത്. അന്നേരം ദേവയാനി പറയും, എനിക്ക് ഈ ഫോട്ടോസ് മോൾ അയച്ച് തന്നായിരുന്നു, ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ അവിടെ ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ആ കുട്ടിയും കൊണ്ട്
ടൂർ പോയേക്കാണ് ആദർശ നയനയും കൂടി. എൻ്റെ മോൾ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല. ആദർശനെ സംബന്ധിച്ച് അത് ആദർശൻ്റെ കുഞ്ഞാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അബിയെക്കുറിച്ച് ഓർത്ത്, അവൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് ഓർത്ത്. പക്ഷേ ഇപ്പോൾ അവൻ നന്നായി, അവൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നവിയെയും കുഞ്ഞിനെയും ഒക്കെ. പക്ഷേ ഇപ്പം തുലാസിലായിരിക്കുന്നത് എൻ്റെ ഇളയ മോളുള്ള നയനയുടെ ജീവിതമാണ്. അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതോർത്ത് നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല. ഏറ്റവും നല്ലൊരു ജീവിതമാണ് നയനമോൾ ഇപ്പോൾ നയിക്കുന്നത്. അത് നയനമോൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട്, എത്രയൊക്കെ നല്ല ജീവിതമാണ് എന്ന് പറഞ്ഞാലും മറ്റൊരു പെൺകുട്ടിയുടെ കുഞ്ഞല്ലേ അവളെ അമ്മ എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പം അവൾക്ക് രണ്ടു പേർക്കുമായിട്ട് ആദർശനും നയനയ്ക്കും ആയിട്ടൊരു കുഞ്ഞു വേണ്ടേ എന്ന് ആദർശ് തീരുമാനിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവർക്ക് കുട്ടികളില്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുമോ, ഞാൻ അതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ദേവേനി ചോദിക്കുമ്പോഴേക്കും കനക പറയും, അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കും, അതുകൊണ്ട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ദേവേനി ആകെ അങ്ങനെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താ കനക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ആദർശൻ്റെ മുത്തശ്ശൻ. ആ ആൾ ആദർശനെ ഇങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ആദർശന് ഒപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആദർശൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ട് എന്ന് നിങ്ങൾ കരുതണം. അതുപോലെ തന്നെ നയനമോളും തെറ്റിനോട് പ്രതികരിച്ചാണ് അവളുടെ ശീലം. അവളും ആദർശൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ആദർശൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ മേലെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം കനക ചോദിക്കും, അതെന്താ ദേവേനി അങ്ങനെ പറയുന്നത്? ഇനിയിപ്പോൾ ആ ചന്തുമോൾ ആദർശൻ്റെ കുഞ്ഞല്ലേ? അല്ലെങ്കിൽ പറ, അത് ആരുടെ കുഞ്ഞാണെന്ന് പറ എന്നിങ്ങനെ പറയുക. അന്നേരം ഇങ്ങനെ ആകെ വിഷമിച്ച് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ് കേട്ടോ ദേവേനി. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഏതായാലും അവിടെ നിങ്ങൾ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ആ കുഞ്ഞിനെ കൊണ്ട്, എന്ത് വേണമെങ്കിലും നടത്തിക്കോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ആ ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് അയച്ച് തരണ്ട, ഞങ്ങൾക്കത് കാണാനുള്ള ശേഷിയില്ല. അതുപോലെ ഇത് നവ്യമോൾക്കും അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടാണല്ലോ അവൾ ഞങ്ങൾക്ക് അയച്ചു തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് ഞാൻ അവരോട് സംസാരിക്കാം, ഇനി അങ്ങനെ ഒന്നും അയച്ചു തരില്ല എന്ന് പറയും. ഇതിനിടയ്ക്ക് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആദർശിനെ പറ്റി ദേവേനി പറയുമ്പോൾ ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആദർശിൻ്റെ അമ്മയ്ക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ദേവേനി പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല. ചില സത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ മകളുടെ ജീവിതം ഒരിക്കലും നശിക്കുകയില്ല, അത് ഞാൻ ഉറപ്പു തരുന്നു. ആദർശ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, അത്രേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കും, കനകയോട് അവരെന്താ അങ്ങനെ സംസാരിച്ചത് എന്ന്. അന്നേരം കനക പറയുന്നുണ്ട്, ഇവരൊക്കെ എന്തൊക്കെയോ മൂടി വെച്ചാണ് സംസാരിക്കുന്നത്, എന്താണെങ്കിലും അതങ്ങ് തുറന്നു പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കില്ലേ എന്നിങ്ങനെ കനക ചോദിക്കുന്നുണ്ട്. ഏതായാലും ദേവേനെ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. ദേവേനയ്ക്ക് ആകെ സങ്കടം കേട്ടോ ഇതൊക്കെ ഓർത്തിട്ട്. അവർ അത്രത്തോളം ആദർശനെ ഇങ്ങനെ വെറുക്കുന്നുണ്ടല്ലോ, ആദർശ തെറ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ ഒരു വിഷമമുണ്ട് ദേവേനയ്ക്ക്. ദേവേനെ അകത്തോട്ട് കയറാൻ ഇങ്ങനെ തുടങ്ങുമ്പോഴാണ് നയനെ ആദർശം ചന്തുമോളും കൂടി ഇങ്ങനെ വരുന്നത്. മോൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഓടി വന്ന ദേവേനയുടെ തോളിലേക്ക് ഇങ്ങനെ ചാടി കയറി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം ദേവേന് നയനയോട് പറയുവാണ്, മോളെ ഞാൻ മോളുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് എന്ന്. അന്നേരം അതെന്തിനാ അമ്മ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ, എന്നോട് ചെല്ലാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ, എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ദേവേന് പറയുന്നുണ്ട്, നീ മോളെ കൊണ്ട് അകത്തോട്ട് പൊക്കോ എന്ന്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ അവിടെ എന്ന് ചോദിക്കുമ്പോൾ, അവർ സത്യം അറിയാതെ ഇരിക്കുന്നിടത്തോളം കാലം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയും. ഏതായാലും ആദർശ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോകുന്നു. പോയി കഴിഞ്ഞാൽ എന്താ അമ്മ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ് നയന. അന്നേരം ദേവേന് നയനയോട് ചോദിക്കുകയാണ്, മോളെ നമുക്ക് ഈ സത്യങ്ങളെല്ലാം മോളുടെ അച്ഛനോടും അമ്മയോട് തുറന്നു പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ നയന പറയുവാണ്, വേണ്ട അമ്മേ, അങ്ങനെ തുറന്നു പറഞ്ഞാൽ ശരിയാകില്ല എന്ന്. അന്നേരം ദേവേന് പറയും, ആദർശ തെറ്റ് ചെയ്യാതെയാണ് ഈ വെറുപ്പെല്ലാം ഇങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, അത്രത്തോളം ഇപ്പം അവർ ആദർശനെ വെറുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും നയന പറയുവാണ്, അത് ശരിയാണ്, ഇപ്പോൾ നമ്മൾ സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേട്ടനെ അവർ സ്നേഹിക്കുമായിരിക്കും, പക്ഷേ അബീനെ അവർ വെറുക്കില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ദേവയാനി തിരിച്ചിങ്ങനെ ചോദിക്കും, അബി ആ വെറുപ്പ് അർഹിക്കുന്നില്ലേ, അവനല്ലേ ആ തെറ്റ് ചെയ്തത്, ആദർശ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന പറയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ അന്ന് തൊട്ട് എൻ്റെ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അച്ഛനും അമ്മയും ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങും, അവർക്ക് പിന്നെ ഒരു സമാധാനം കാണില്ലല്ലോ, പിന്നെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആദർശേട്ടനെ കുറ്റം പറയുമ്പോൾ തുറന്നു പറഞ്ഞാലോ എന്ന് ഞാനും ഓർക്കാറുണ്ട്, പക്ഷേ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് പറയുവാണ്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ എങ്കിൽ മോളുടെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയുവാണ്, നമുക്ക് മാക്സിമം സത്യം മൂടി വെക്കാൻ ശ്രമിക്കാം, ഇനിയിപ്പം വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രം നമുക്ക് ഈ സത്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ മതി,
അന്നേരം തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമം, അത്രയും വലിയൊരു ചതിയില്ലേ അഭി ചെയ്തു വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. നേരെ ദേവേന് പറയുന്നുണ്ട്, ഏതായാലും ഇനി മോളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിച്ച് ഫ്രഷ് ആകുമെന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് എന്നിട്ട് പോവാണ് കേട്ടോ നയന. അപ്പോഴും ഭയങ്കര സങ്കടമാണ് കേട്ടോ ദേവയാനിക്ക്. ഇന്ന് അവർ പറഞ്ഞതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ തൊട്ട് ഇങ്ങനെ ഒത്തിരി വിഷമമായി ദേവയാനിക്ക്. കാരണം അവർക്കൊരു ഇഷ്ടക്കേടും പുച്ഛഭാവവും ഒക്കെ ആണല്ലോ ദേവേനെ കാണുമ്പോൾ പോലും. പിന്നെ കാണിക്കുന്നത് രാവിലെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അഭി വരുന്നത്. അഭി ഇന്നാട്ടോ ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഏതായാലും കയറി വരുന്ന മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ പറഞ്ഞ് കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്, ഞാൻ എത്രയൊക്കെ അനുഗ്രഹിച്ചാൽ നീ ചെയ്ത പാപം നിന്നെ വിട്ട് പോകില്ല എന്നാണ് ഇങ്ങനെ മുത്തശ്ശൻ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ അനുഗ്രഹം മേടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മുത്തശ്ശൻ അഭിയോട് പറയുന്നുണ്ട്, എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കുന്ന കൂട്ടത്തിൽ നീ ആദർശിൻ്റെ അനുഗ്രഹവും മേടിക്കണം. അവനോട് ഇടപെട്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു സ്ഥാനം തരുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയുവാണ്, ബാക്കിയുള്ള എല്ലാവരുടെയും അനുഗ്രഹം ഞാൻ മേടിക്കും, പക്ഷേ ആദർശേട്ടൻ്റെ കാല് തൊട്ട് ഞാൻ അനുഗ്രഹം മേടിക്കില്ല. കാരണം ആ കാല് തൊട്ട് ഞാൻ അനുഗ്രഹം മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഭാര്യയായിരിക്കും. അത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആളല്ലേ ആദർശേട്ടൻ എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ അവനെ ഒരുപാട് കുറ്റം പറയൊന്നും വേണ്ട, കാരണം നീ എന്താണ് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നിനക്കല്ലേ. അപ്പോൾ പിന്നെ നീ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ ഇരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കും. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, തിരക്കുള്ള സിറ്റികളിലെല്ലാം നമുക്ക് ബ്രാഞ്ച് ഉണ്ട്, അവിടെ എല്ലാം നല്ല രീതിയിൽ സെയിൽസും ഉണ്ട്, അത് ആദർശിൻ്റെ കഴിവുകൊണ്ട് കൂടിയാണ് എന്ന് പറയും. അതായത് മുത്തശ്ശി പറയും, ആദർശിനെ മാത്രമല്ല നയനമോളുടെ കഴിവും കൂടിയാണ് അതിലുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ആദർശിനെ പൊക്കി പറയുന്നത്? ആദർശ് അതിന് മാത്രം കഴിവുള്ളത് വേറെ പലതിലും ഉണ്ടെന്ന് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ്റെ കഴിവ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അതിൽ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇനിയിപ്പോൾ നിനക്ക് തന്ന ബ്രാഞ്ച് നീ നന്നായിട്ട് നോക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അത് ഞാൻ നന്നായിട്ട് നോക്കും, ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് ഇനി ആ ബ്രാഞ്ച് ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെ, പ്രവൃത്തിയിലും കാണിക്കണം, ആദർശ് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോൾ അഭിക്ക് അങ്ങ് ദേഷ്യമാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരോടും ഇങ്ങനെ അനുഗ്രഹം മേടിക്കുന്നു. കയ്യിൽ തൊട്ട് ഒരു കൈ പിടിച്ച് ഇങ്ങനെ മുത്തശ്ശൻ്റെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അഭി. എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കാമെന്ന്, പക്ഷേ ആദർശിന് എൻ്റെ അനുഗ്രഹം മേടിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അഭി. അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇവനെപ്പോലെ കുരുട്ടുപുത്ത് പിടിച്ച് ഒരുത്തിന് കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കാൻ വേറെ ഒന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുക, ഇനിയിപ്പോൾ അവൻ ആ ബ്രാഞ്ച് കൊടുത്തതിൻ്റെ പേരിൽ ആ ബ്രാഞ്ച് അവൻ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും അവന് സാധിക്കത്തില്ല, അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ നേരത്തെ ഞാനും ആദർശം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നീട് ആദർശനെയാണ് കാണിക്കുന്നത്. ആദർശ അഭി ഇങ്ങനെ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഏതായാലും അഭി വരുന്നത് നോക്കിയിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ ഇനി അഭി ആദർശിൻ്റെ അനുഗ്രഹം മേടിക്കുമെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.